വെൽക്കം ടു ലെറ്റ്സ് ലെക്ചേഴ്സ്. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് എന്താണ്, എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിന്റെ പവേഴ്സ് എന്താണെന്നാണ്. അപ്പൊ നമ്മൾ ഇന്ന് ഇവിടെ നോക്കാൻ പോകുന്നത് സെക്ഷൻ 163യും സെക്ഷൻ 164ഉമാണ്. പവേഴ്സ് ഓഫ് എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ്. സെക്ഷൻ 163 എന്ന് പറഞ്ഞാൽ പവർ ടു ഇഷ്യൂ ഓർഡർ ഇൻ അർജന്റ് കേസസ് ഓഫ് ന്യൂയിസൻസ് ഓർ ഡേഞ്ചർ. സിമ്പിൾ വേർഡ്സിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ്, സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് or other authorized executive magistrate can issue an immediate order to stop a situation that could cause danger to human life, health, safety, disturb public peace or lead to a riot, even if the danger hasn't happened yet. Just a threat or risk is enough. ഇതെന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മുടെ 163 ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ്, സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഓതറൈസ്ഡ് എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിന് തോന്നുകയാണ് ഒരു സിറ്റുവേഷൻ, ആ സിറ്റുവേഷൻ നമ്മുടെ പബ്ലിക് ഹെൽത്തിനെയും സേഫ്റ്റിനെയും പീസിനെയും ബാധിക്കും, അല്ലെങ്കിൽ ആ സിറ്റുവേഷൻ മൂലം ഒരു വലിയ ലഹള നടക്കാൻ സാധ്യതയുണ്ട് എന്ന് നമ്മുടെ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് തോന്നിക്കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ഓർഡർ പാസ് ചെയ്യാൻ വേണ്ടി പറ്റും. എന്തിനാണ്? ആ സിറ്റുവേഷൻ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി. സിമ്പിൾ ആണ്, എന്നാൽ കൂടി നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം. ഇപ്പം നമ്മുടെ മജിസ്ട്രേറ്റിന് തോന്നുകയാണ്, ഇപ്പം ഒരു കൂട്ടം ആൾക്കാര് ഒരു സ്ഥലത്ത് ഇങ്ങനെ കൂടി നിൽക്കുന്നു. അപ്പൊ നമ്മുടെ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിന് തോന്നുവാണ്, ഇങ്ങനെ ഇവിടെ ആൾക്കാർ കൂടി നിന്നാൽ അതൊരു വയലൻസിന് കാരണമാവാൻ സാധ്യതയുണ്ട്, ഒരു ലഹള നടക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഗ്യാതറിങ് സ്റ്റോപ്പ് ചെയ്യാന്ന് എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിന് തോന്നുകയാണെങ്കിൽ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിന് ഒരു ഇമ്മീഡിയറ്റ് ഓർഡർ പാസ് ചെയ്തിട്ട് ആ പബ്ലിക് ഗ്യാതറിങ് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് ഇത് തോന്നിയാണ്, നമ്മുടെ ഒരു കണ്ടാമിനേറ്റഡ് ആയിട്ട് കിടക്കുന്നു, ഒരു വൃത്തിയില്ലാത്ത കുറെ വെള്ളം ഒരിടത്ത് കിടക്കുന്നു, അപ്പൊ അത് ക്ലോസ് ചെയ്തില്ലെങ്കിൽ നമ്മുടെ പബ്ലിക്കിന്റെ ഹെൽത്തിനെ അത് ബാധിക്കും തോന്നി. അപ്പൊ നമ്മുടെ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിന് ഒരു ഓർഡർ പാസ് ചെയ്യാം, ഈ കണ്ടാമിനേറ്റഡ് വാട്ടർ ക്ലോസ് ചെയ്യാൻ പറഞ്ഞുകൊണ്ട്. സിമ്പിൾ ആസ് ദാറ്റ്. സെക്ഷൻ 163 അത്രയേ ഉള്ളൂ. നമ്മൾ സെക്ഷൻ 163 പ്രകാരം എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് അല്ലെങ്കിൽ സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് പാസ് ചെയ്യുന്ന ഒരു ഓർഡറിന്റെ ഒരു 3 ഫ്യൂച്ചേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ, ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഇത് പറയാം. ബി ഇഷ്യൂഡ് വിത്തൗട്ട് വെയിറ്റിംഗ് ഫോർ ദ പേഴ്സൺ ടു റിപ്ലൈ. ഇതൊരു എക്സ് പാർട്ടി ഓർഡർ ആയിരിക്കും മിക്കപ്പോഴും. അതാണ് നമ്മുടെ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് ഏത് കൺസേൺഡ് പേഴ്സൺ ആണോ ഇങ്ങനെ ഒരു ഓർഡർ ഇഷ്യൂ ചെയ്ത് ആ പേഴ്സണിന്റെ റിപ്ലൈക്ക് വേണ്ടി വെയിറ്റ് ഒന്നും ചെയ്യത്തില്ല, നിർത്തണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഓർഡർ അങ്ങ് പാസ് ചെയ്തേ ഉള്ളൂ. അതുകൊണ്ട് അതിനെ നമ്മളെ ഒരു എക്സ് പാർട്ടി ഓർഡർ എന്നാണ് പറയുന്നത്. പിന്നെ ഈ ഒരു ഓർഡർ എന്ന് പറഞ്ഞാൽ ഈ ഓർഡറിന്റെ വാലിഡിറ്റി യൂഷ്വലി 2 മാസമായിരിക്കും. പക്ഷെ നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റിന് ഈ 2 മാസത്തിന്റെ കൂടെ ഒരു 6 മന്ത്സും കൂടെ വേണമെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്യാം. 2 മന്ത്സ് പ്ലസ് 6 മന്ത്സ് എക്സ്റ്റെൻഡ് ചെയ്യാം നമ്മുടെ ഈ സ്റ്റേറ്റ് ഗവൺമെന്റിന്. യൂഷ്വലി ഇങ്ങനെ ഒരു ഓർഡർ എന്ന് പറയുന്ന റൈറ്റിംഗിലായിരിക്കും. അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഓർഡർ പാസ് ചെയ്തത് എന്നുള്ള റീസൺസ് ക്ലിയർലി മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും. അതാണ് നമ്മുടെ സെക്ഷൻ 163. ഇങ്ങനെ ഒരു ഓർഡർ വയലേറ്റ് ചെയ്താൽ ദ കൺസേൺഡ് പേഴ്സൺ വിൽ ബി പണിഷ്ഡ് ആണ്. സെക്ഷൻ 163 അത്രേ പറയുന്നുള്ളൂ. നമ്മൾ പബ്ലിക്കിന്റെ സേഫ്റ്റിനെയും ഹെൽത്തിനെയും പീസിനെയും അല്ലെങ്കിൽ ഒരു റൈറ്റിന് ഒരു സിറ്റുവേഷൻ കാരണമാകുമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ആ സിറ്റുവേഷൻ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി നമ്മുടെ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് അല്ലെങ്കിൽ സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് പാസ് ചെയ്യുന്ന ഒരു ഇമ്മീഡിയറ്റ് ഓർഡർ ആണ്. പിന്നെ സെക്കൻഡ് സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്ഷൻ 164 ആണ് നമ്മുടെ അടുത്ത സെക്ഷൻ. സെക്ഷൻ 164 എന്ന് പറഞ്ഞാല് ഡിസ്പ്യൂട്ട് അബൌട്ട് പൊസഷൻ ഓഫ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി. സിമ്പിൾ വേർഡ്സിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. The law gives an executive magistrate power to step in where there is a fight or dispute over who is in possession of land, a house or other immovable property. ഇപ്പം എന്താണ്, ഒരു ഹൗസിനെ റിലേറ്റഡ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു ഇമ്മൂവബിൾ പ്രോപ്പർട്ടിനെ റിലേറ്റഡ് ആയിട്ടോ ഒരു
ഡിസ്പ്യൂട്ട് വരുവാണ്, ഒരു തർക്കം വരുവാണ്. അപ്പൊ ഈ തർക്കം പോലും പബ്ലിക്കിന്റെ സേഫ്റ്റിനെയും പബ്ലിക്കിന്റെ പീസിനെയും ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട്, എഫക്ട് ചെയ്യുന്നുണ്ടെന്ന് എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് തോന്നിയാല് സെക്ഷൻ 124 പ്രകാരം ഈ ഡിസ്പ്യൂട്ടിലേക്ക് എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിന് ചെന്നിട്ട് ആർക്കാണ് പൊസഷൻ ഉള്ളതെന്ന് ഡിസൈഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതാണ് സെക്ഷൻ 164 പറയുന്നത്. വെൻ ക്യാൻ ദ മജിസ്ട്രേറ്റ് ആക്ട്? എപ്പോഴാണ് മജിസ്ട്രേറ്റ് ആക്ട് ചെയ്യുന്നത്? വെൻ ദർ ഈസ് എ ഡിസ്പ്യൂട്ട് അബൌട്ട് ഹൂ ഈസ് ഇൻ ആക്ച്വൽ പൊസഷൻ ഓഫ് ദ പ്രോപ്പർട്ടി. പൊസഷനെ ചൊല്ലി ഒരു ഡിസ്പ്യൂട്ട് വരുമ്പോൾ ആൻഡ് ദ ഡിസ്പ്യൂട്ട് ഈസ് ലൈക്ലി ടു കോസ് എ ഫൈറ്റ് ഓർ ഡിസ്റ്റർബേഴ്സ്. ഞാൻ ഓൾറെഡി പറഞ്ഞു, പൊസഷനെ പറ്റി ഒരു ഡിസ്പ്യൂട്ട് വന്നു, ആ ഡിസ്പ്യൂട്ട് മൂലം ഒരു ഫൈറ്റോ അല്ലെങ്കിൽ പബ്ലിക്കിന്റെ പീസിനെയോ അഫക്ട് ചെയ്യുന്നുണ്ട് എന്ന് നമ്മുടെ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിന് തോന്നിയാൽ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിന് ആർക്കാണ് ദ പ്രോപ്പർട്ടിയുടെ പൊസഷൻ ഉള്ളതെന്ന് തീരുമാനിക്കാം. പക്ഷെ നമ്മുടെ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിന് ഒരിക്കലും ഓണർഷിപ്പ് ഓഫ് ദ പ്രോപ്പർട്ടി ഡിസൈഡ് ചെയ്യാൻ വേണ്ടി സാധിക്കത്തില്ല. അതൊന്ന് നോട്ട് ചെയ്തിരിക്കണം. എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിന് 164 പ്രകാരം പൊസഷൻ മാത്രമേ ഡിസൈഡ് ചെയ്യാൻ വേണ്ടി സാധിക്കത്തുള്ളൂ, ഓണർഷിപ്പ് ഡിസൈഡ് ചെയ്യാൻ വേണ്ടി സാധിക്കത്തില്ല. എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് എങ്ങനെയാണ് ഇങ്ങനെ ഒരു ഡിസ്പ്യൂട്ട് സ്റ്റെപ്പ് ഇൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഫസ്റ്റ് 2 പാർട്ടീസിനെ വിളിക്കും, അവരോട് 2 പേരോടും എവിഡൻസ് ചോദിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ ഡിസ്പ്യൂട്ട് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ സ്റ്റാർട്ട് ചെയ്ത ആ സ്റ്റേജിൽ ആർക്കായിരുന്നു പൊസഷൻ എന്ന് ഡിസൈഡ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഇപ്പം ഏതെങ്കിലും ഒരു വ്യക്തിനെ ഫോഴ്സ്ഫുള്ളി ഇറക്കി വിട്ടതാണ് ആ പ്രോപ്പർട്ടി എങ്കിൽ ആ വ്യക്തിക്ക് ആ പൊസഷൻ റീസ്റ്റോർ ചെയ്യും. ഇപ്പൊ 2 വ്യക്തികൾക്കും പൊസഷൻ ഇല്ല, അവിടെ ഒരു ഡേഞ്ചർ ഉണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ പ്രോപ്പർട്ടി ലോക്ക് ചെയ്യുമെന്നെങ്കിൽ, അല്ലെങ്കിൽ പ്രോപ്പർട്ടീനെ കസ്റ്റഡി മീൻസ് 2 വ്യക്തികൾക്കും കൊടുക്കാതെ ലോക്ക് ചെയ്യും, അല്ലെങ്കിൽ പ്രോപ്പർട്ടീനെ ഒരു റിസീവറിനെ അപ്പോയിന്റ് ചെയ്ത് കസ്റ്റഡിയിൽ എടുക്കും. ഇതിൻ്റെ അകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഈ സെക്ഷൻ എന്ന് പറയുന്നത് പൊസഷനെ പറ്റി മാത്രമുള്ളതാണ്. നമ്മുടെ ഈ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിന് ഓണർഷിപ്പ് ഒരിക്കലും ഡിസൈഡ് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. നമ്മുടെ ഓണർഷിപ്പ് ഡിസൈഡ് ചെയ്യുന്ന ആരാണ്? സിവിൽ കോർട്ടാണ് ഡിസൈഡ് ചെയ്യുന്നത്, അല്ല നമ്മുടെ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് അല്ല. ഇപ്പൊ 2 സിമ്പിൾ പവേഴ്സ് ആണ് സെക്ഷൻ 163. അതെന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ന്യൂയിസൻസിനെയും ഡേഞ്ചറിനെയും പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി അർജന്റ് കേസസിൽ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ്, ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ്, സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് ഇഷ്യൂ ചെയ്യുന്ന ഒരു ഇമ്മീഡിയറ്റ് ഓർഡർ. 164 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊസഷൻ ഓഫ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയെ പറ്റി ഒരു ഡിസ്പ്യൂട്ട് വന്നു, അത് നമ്മുടെ പബ്ലിക് സേഫ്റ്റിക്ക് അഫക്ട് ചെയ്യുന്നുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിന് പൊസഷൻ ഓഫ് ദ പ്രോപ്പർട്ടി ആർക്കാണെന്ന് ഡിസൈഡ് ചെയ്യാം, പക്ഷെ ഒരിക്കലും ഓണർഷിപ്പ് ഡിസൈഡ് ചെയ്യാൻ വേണ്ടി സാധിക്കത്തില്ല. അതാണ് നമ്മുടെ ഈ 163ഉം 164ഉം പറയുന്നത്. ഈ 2 സെക്ഷൻസ് വളരെ സിമ്പിൾ ആയിട്ടുള്ള 2 സെക്ഷൻസ് ആണ്. ജസ്റ്റ് ഒന്ന് വായിച്ചാൽ, ഈ സ്ലൈഡിലൂടെ ജസ്റ്റ് ഒന്ന് വായിച്ചു പോയാൽ മനസ്സിലാവും. ഞാൻ ഈ കൊടുത്തിരിക്കുന്ന ഈ വിഷ്വൽ ഇല്ലുസ്ട്രേഷനും കൂടെ ഒന്ന് നോക്കാം, അപ്പൊ ഇച്ചിരൂടെ ക്ലിയർ ആവും. എക്സാമ്പിൾസും കൂടെ വെച്ച് നോക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റിൽ പറഞ്ഞാൽ മതി. ഐ വിൽ ഷുവർലി ക്ലിയർ യുവർ ഡൗട്ട്സ്. ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പ്ലീസ് സപ്പോർട്ട് മീ. താങ്ക് യു.